ബ്രോ ഏതെങ്കിലും പോയിന്റിൽ ഭയങ്കരമായിട്ട് തളർന്നു പോയിട്ടുണ്ട്? അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഫ്രണ്ട്സുമായിട്ട് സിനിമ ചെയ്യുമ്പോൾ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് തളർന്നു വരും, അവിടെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പം ഏത് പോയിന്റാണ് ഏറ്റവും കൂടുതലോ ഇതിന് മുന്നിലോട്ട് പോകൂല? ബൾട്ടിയുടെ പ്രോസസ്. സിനിമ എന്ന് പറയുമ്പോൾ ബ്രോ ഒരാളുടെ മൈൻഡ് സെറ്റിൽ ആദ്യമുള്ള 300 പേര് വരിക എന്നുള്ളൊരു ഘടകമാണ്. ഡയറക്ടറുടെ മൈൻഡ് സെറ്റിലോട്ട് 300 പേരും അത് സംഭവിക്കില്ല. നമ്മൾ ആ ഒരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമ്മൾ 100 എന്ന് പറഞ്ഞിട്ട് പോയാൽ 20 നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാം അതൊന്നും ഇങ്ങനെയൊന്നും വരില്ല. ദെൻ എ കിട്ടാത്തവിടെ ബി നമ്മൾ റെഡി ആയിട്ടിരിക്കണം. പക്ഷെ എന്നാലും പ്രശ്നങ്ങൾ വരും. ഈ പറഞ്ഞ ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രഷറല്ല, പക്ഷെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ബ്രോ. നമുക്കിപ്പോൾ ഈ പറഞ്ഞ 50 കോടിക്കും 60 കോടിക്കും 100 കോടിക്കും ചെയ്യാൻ പറ്റും, അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അത് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആസ് എ ഡയറക്ടർ ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലൊന്നാണത്. ഈ സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ നിർമ്മാതാക്കളെ സേഫ് ആക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. സോ അതാണ് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഘട്ടങ്ങളിൽ എങ്ങനെ ബിഹേവ് ചെയ്യാം, എങ്ങനെ അത് കൺട്രോൾ ചെയ്യണം. അതുപോലെ നമ്മൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും പ്രകൃതി ഒത്ത് വന്നില്ലെങ്കിൽ അവിടെ തലവേദനയാണ്. അതായത് ഇപ്പോൾ ഒരു ഏരിയയിൽ ഷൂട്ട് പ്ലാൻ ചെയ്തോടെ മഴ വന്നാൽ പിന്നെ ആ ലൊക്കേഷൻ തിരിച്ച് കിട്ടില്ല. തമിഴ്നാടാണ് ഈ പറയുന്ന, നമുക്ക് ഹോൾഡുകൾ ഭയങ്കര കുറവായിരിക്കും. സോ ആ ഏരിയ തിരിച്ചു കിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന പരിപാടികൾ അടുത്ത സിനിമയിലോട്ട് പോകേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ സെൽവാസാറുടെ സെറ്റൊക്കെ എനിക്ക് അന്ന് ഷൂട്ട് ചെയ്ത വലിയൊരു തമിഴ് പടത്തിൻ്റെ സെറ്റ് അവർക്ക് പോകാനുള്ളതാണ്. ഞങ്ങൾ സെറ്റ് ചെയ്തു, ഞങ്ങളുടെ സെറ്റ് അഴിച്ചു മാറ്റിയിട്ട് അവർക്ക് അവിടെ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം ഞങ്ങൾ 3 ദിവസം ഞങ്ങൾക്ക് എക്സ്ട്രാ വേണം പറഞ്ഞാൽ കിട്ടൂല. ഇത് ആരെയും തെറ്റല്ല. ഇത് അപ്പം അവിടെ ഞാൻ ലോക്കാവും. അപ്പം ഞാൻ അവിടെ അങ്ങനെ വരുന്ന സമയത്ത് ഡയറക്ടർ അടുത്തേക്കായിരിക്കും എല്ലാ പ്രശ്നം വരിക. അപ്പോൾ ഈ 3 ദിവസത്തിൻ്റെ കുറവ് എങ്ങനെ നീ പ്ലാൻ ചെയ്ത് നിൻ്റെ പ്ലാനിലൂടെ അത് എത്തുന്നു, നമ്മുടെ റിസ്ക് മാത്രമേ, നമ്മുടെ ഒരു കമാൻഡിൻ്റെ പുറകെയാണ് എല്ലാം നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇവരൊക്കെ അപ്പോഴാണ് എൻ്റെ ബാക്ക് ബോണായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ DOP അലക്സേട്ടൻ, പിന്നെ അതുപോലെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ഡൗൺ ആവുന്ന മൊമെൻറ്റിലൊക്കെ ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.